മോദി സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ കരസേന മേധാവിയായിരുന്ന എം നരവനെയുടെ ആത്മപുസ്തകത്തിലെ വെളിപ്പെടുത്തുകൾ, ജെഫ്രീൻ എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ മോദി സർക്കാരിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ പേര് വന്നത്, അതുപോലെ അമേരിക്കയുമായി നടത്തിയ പ്രതിരോധ ഡീലുകൾ, ഇതെല്ലാം തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം നമുക്ക് മുൻ കരസേന മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് വെറുമൊരു ഓർമ്മക്കുറിപ്പല്ല, മറിച്ച് പല സുപ്രധാന തീരുമാനങ്ങളെയും സംശയത്തിന്റെ നിഴലാക്കുന്ന ഒന്നാണ്. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് താൻ സർക്കാരിനെ അറിയിച്ച രീതിയിലല്ല അത് നടപ്പിലാക്കിയതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ തലവനെ പോലും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കാതെയാണോ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന ചോദ്യം ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ലഡാക്കിലെ സംഘർഷ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചും പുസ്തകം സംസാരിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. അടുത്തത് അമേരിക്കയുമായിട്ടുള്ള ഡ്രോൺ കരാറാണ്. MQ-9B പ്രിഡേറ്റർ ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബാക്കി രാജ്യങ്ങൾ ഈ ഡ്രോണുകൾ വാങ്ങുന്നതിനേക്കാൾ കൂടിയ കാശിനാണ് ഇന്ത്യ ഇത് വാങ്ങുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ വലിയ വിമർശനവും വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പാർലമെന്റിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുന്നു. സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന കോടീശ്വരന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയെ നേരിട്ട് ബാധിക്കില്ല എങ്കിലും വലതുപക്ഷ സർക്കാരുകൾക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ആരും തന്നെ നിയമത്തിന് മുകളിലല്ല എന്നൊരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ സംഭവത്തിലൂടെ സാധിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഗൗതം അദാനിക്കെതിരെയുള്ള അമേരിക്കൻ ഏജൻസികളുടെ പുതിയ അന്വേഷണങ്ങളും മോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ആഗോള വേദിയിൽ വിശ്വഗുരു പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്ന സർക്കാരിന് ഇത്തരം വാർത്തകൾ വലിയ തിരിച്ചടിയാണ്. ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ കാണുന്ന വലിയ മാറ്റം പ്രതിപക്ഷത്തിന്റെ രീതിയാണ്. മുൻപത്തെ പോലെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചതിന് ശേഷം പിൻവാങ്ങുകയല്ല. ഇപ്പോൾ അവർ വസ്തുതകൾ നിരത്തി സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കുക തന്നെയാണ്. പാർലമെന്റിനകത്തും പുറത്തും സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും പുതിയ തന്ത്രങ്ങൾക്ക് കഴിയുന്നു. സർക്കാരിന്റെ ആഖ്യാനങ്ങളെ അട്ടിമറിക്കാൻ ഈ സംഭവവികാസങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എം നരവനെയുടെ പുസ്തകം, പ്രതിരോധത്തിലെ അഴിമതി ആരോപണങ്ങൾ, ആഗോളതലത്തിലെ അന്വേഷണങ്ങൾ എന്നിവയെല്ലാം തന്നെ മോദി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെ ഫലിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം.